സുഹൃത്തുക്കളെ, ഇന്നലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഞാനൊരു ഒറ്റയാൻ സമരം നടത്തിയിരുന്നു. 4 മാസമായി ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ വേണ്ടി പഞ്ചായത്തിൽ കയറിയിറങ്ങി. പഞ്ചായത്ത് അധികാരികൾ ആ സംരംഭത്തിന് അനുമതി തരാത്തതിന് ഇന്നലെ ഞാൻ സമരം നടത്തിയത്. ഈ സമരം ഇന്ന് കാലത്ത് പഞ്ചായത്ത് അധികാരികൾ ആ ഫയലുകളൊക്കെ റെഡിയാക്കി നമുക്ക് നമ്പറിങ്ങിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തന്നു. എന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ, എൻ്റെ സ്നേഹിതന്മാർ, എല്ലാവർക്കും എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എൻ അഷ്റഫ് കഴിഞ്ഞ ദിവസം, അതായത് 16/7/2026 പെരുമ്പടപ്പ് പഞ്ചായത്തിന് മുന്നിൽ ഒരു ഒറ്റയാൾ സമരവുമായി കടന്നു വന്നിരുന്നു. ആ കാഴ്ച നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും കണ്ടതാണ്. അദ്ദേഹം പാറയിൽ നിന്നും പടിഞ്ഞാട്ട് പോകുന്ന പാലപ്പെട്ടി റൂട്ടിൽ ഒരു സർവീസ് സ്റ്റേഷൻ, വെഹിക്കിൾ സർവീസ് സ്റ്റേഷൻ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടത്തിന്റെ പെർമിഷൻ പഞ്ചായത്തിൽ നിന്നും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും, അതായത് 4 മാസത്തോളം ആവശ്യപ്പെട്ടിട്ടും അത് ലഭിച്ചില്ല എന്നതിനെ തുടർന്നുണ്ടായ ഒരു പ്രതിഷേധ സമരമായിരുന്നു. 24 മണിക്കൂർ ആകുന്നതിന് മുന്നേ തന്നെ പഞ്ചായത്തിൽ നിന്നും അതിനൊരു പരിഹാരമായിരിക്കുകയാണ്. അത് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു 5-6 പേർക്കെങ്കിലും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സംരംഭമാണത്. നമ്മുടെ നാട്ടിലെ ഒരു സംരംഭം അടച്ചു പൂട്ടുക എന്നത് എളുപ്പവും തുറന്നെടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും അത് ഒരു പ്രതിഷേധ മുറയിലൂടെ ആണെങ്കിലും ചുവപ്പ് നാടയിൽ അധികകാലം കുടുങ്ങിക്കെടുക്കാതെ അതിന് അനുമതി കിട്ടി എന്നതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇന്നലെ വളരെ രോഷവും ശക്തമായ പ്രതിഷേധവും ഒക്കെ പ്രകടിപ്പിച്ച അഷ്റഫ് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ മുന്നിൽ വന്നു കാണുമ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളും മറ്റുമൊക്കെ പഞ്ചായത്തിന്റെ മുന്നിലും, അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അനുരജ്ഞ ശ്രമം നടക്കാതിരിക്കുകയും ഒരു വയലന്റ് സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസുകാർ അദ്ദേഹത്തെ അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ കൂടെ ഞങ്ങൾ പല സുഹൃത്തുക്കളും പോയിരുന്നു. അവിടെ വന്നേരി പോലീസ്, പെരുമ്പടപ്പ് വന്നേരി സ്റ്റേഷനിലുള്ള പോലീസുകാരും അവിടുത്തെ SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എല്ലാവരും വളരെ മാന്യമായും വളരെ സൗഹൃദപരമായുമാണ് പെരുമാറിയത്. വളരെ നയതന്ത്രപരമായി തന്നെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എന്നാൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പെരുമ്പടപ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ചില സ്റ്റാഫുകൾ എല്ലാവരെയും അടക്കി പറയാൻ കഴിയില്ല. സാധാരണക്കാരായ ആളുകളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന, നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രവണത കുറച്ചു കാലമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് പഞ്ചായത്ത് ഓഫീസിൽ മാത്രമല്ല, വില്ലേജ് ഓഫീസിനെ കുറിച്ചും ഇതിന് മുന്നേ പലപ്പോഴും പരാതി ഉണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുന്ന ആളുകൾ പലപ്പോഴും ഒരു വീടിന്റെ നമ്പറിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു ഹൗസ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ, അതുമല്ലെങ്കിൽ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ, ബിൽഡിംഗ് ടാക്സ് അടക്കാനോ, അല്ലെങ്കിൽ മറ്റു ബിൽഡിംഗ് പെർമിഷനോ, അല്ലെങ്കിൽ ഒരു വീടിന്റെ ഫൗണ്ടേഷൻ പെർമിഷനോ, ഇത്തരം സാധാരണക്കാരുടെ ഇടയിൽ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതിനൊരു പരിഹാരം തേടിയാണ് ഈ നികുതി അടക്കുന്ന പൗരന്മാർ പഞ്ചായത്തിൽ ചെല്ലുന്നത്. അത് സാധ്യമായ രീതിയിൽ സാധ്യമാവുന്ന കാര്യങ്ങൾ എളുപ്പത്തിലാക്കി കൊടുക്കുക എന്നത് അവിടെയുള്ള സ്റ്റാഫിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. കാരണം നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ GST എന്ന് പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിലെയും കേരള ഗവൺമെന്റിന്റെയും നികുതി അടക്കുന്ന പൗരന്മാരാണ് നമ്മളെല്ലാവരും. ഏതൊരു സാധനം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന നികുതി ഉണ്ട്. ആ നികുതിയാണ് ട്രഷറിയിലേക്ക് എത്തുന്നത്. ആ നികുതി കൊണ്ടാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പൊതുജനത്തിന്റെ വേലക്കാരൻ,
ആ ഒരു രീതിയിൽ തന്നെ അവരത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ സാധാരണക്കാരൻ ഒരാവശ്യവുമായി പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ കൃഷിഭവനിലോ ഒക്കെ ചെല്ലുമ്പോൾ അവരോട് അനുഭാവപൂർവ്വം ചിരിച്ചുകൊണ്ട് അനുഭാവപൂർവ്വം പെരുമാറുക, ആവശ്യമായ കാര്യങ്ങൾ ഏതൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് കൃത്യമായി എഴുതി കൊടുക്കുക, ആ രേഖകൾ കൊണ്ടുചെന്നാൽ അതിന് തടസ്സം പറയാതെ അത് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഒരു അക്നോളജ്മെന്റ് കൊടുക്കുക. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കടമയാണെന്ന് അവർക്ക് കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന അവസ്ഥ വരാൻ പാടില്ല. മാത്രമല്ല, എല്ലാവർക്കും ഒരു കാര്യത്തിന് വേണ്ടി പ്രതിഷേധിക്കാനോ ഒറ്റയാൾ സമരം നടത്താനോ അല്ലെങ്കിൽ പ്രതിഷേധ സമരം നടത്താനോ കരാവോ ചെയ്യാനോ പിക്കറ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നു വരില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നടന്നില്ലെങ്കിൽ അവൻ ആ ടേബിളിൽ നിന്ന് പിരിയുമ്പോൾ അവരെ ശപിച്ചുകൊണ്ടാണ് അവർ പോരുന്നത്. പുറത്ത് പറയാൻ ഭയമായിരിക്കാം, ഒരു പക്ഷേ മനസ്സിനെങ്കിലും ശപിക്കുന്നുണ്ടാവും. ഈ വാങ്ങിക്കുന്ന ശമ്പളം കൊണ്ട് വേണം നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഭാര്യക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ എന്നുള്ളത് നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. ഇതിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്, ആരാണ് തെറ്റുകാരെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഇത്തരത്തിലുള്ള ഒരു പൊതുബോധം അത് പൊതുജനങ്ങളിലും അതുപോലെ തന്നെ ഇത്തരം ഉദ്യോഗസ്ഥരിലും ഇനിയും വളർന്നു വരേണ്ടതുണ്ട്. താമസിക്കരുത്. പഞ്ചായത്ത് ഓഫീസിലായാലും മറ്റ് സർക്കാർ കാര്യാലയങ്ങളിൽ കയറി ഇറങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ളവർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, വൃദ്ധർ, ഇവരെയൊക്കെ അനുഭാവപൂർവ്വം സമീപിക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, ആവശ്യമായ രേഖകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ വാച്ച് ചെയ്ത ഞാൻ ഇന്നലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആ ഒരു സമരമുഖത്ത് നിന്നും എടുത്ത വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അഷ്റഫ് ഇവിടെ കൂടെ നിന്നവർക്ക് നന്ദി പറയുന്ന ഒരു വീഡിയോ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത യൂട്യൂബിൽ എൻ്റെ വീഡിയോ 24 മണിക്കൂർ കൊണ്ട് തന്നെ 2K കടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ അത്ഭുതകരമായി എന്ന് പറയണം, ഏകദേശം 1 ലക്ഷത്തോളം ആളുകളിലേക്കാണ് ആ വീഡിയോ എത്തിയത്. 1 ലക്ഷത്തോളം എന്ന് പറഞ്ഞു ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ നോക്കുമ്പോൾ 91,600 ചില്ലാൻ ആളുകൾ ആ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞു. അതുമാതിരി തന്നെ 1000-ഓളം ലൈക്കുകളും നിരവധി കമന്റുകളും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും, എന്നാലും ഓൾമോസ്റ്റ് കമന്റുകൾ അഷ്റഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റുകളായിരുന്നു. അത്തരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എൻ്റെ പ്രേക്ഷകർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.